നമസ്കാരം. ഇന്ന് അവധി ദിവസമല്ലേ, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണവും കഴിഞ്ഞ് വിശ്രമിക്കുന്നൊരു സമയമല്ലേ. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു. എൻ്റെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ച ഒരു ഫ്രണ്ടാണ്. വിളിച്ച് പഴയ കാര്യങ്ങളൊക്കെ ഇതിൽ സംസാരിച്ചപ്പോൾ നമ്മളൊന്ന് അർത്ഥമാക്കി. എല്ലാവർക്കും ഇങ്ങനൊരു പഴയ കാലം ഉണ്ടാകത്തില്ലേ. നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ട് നമ്മളെ ഓർക്കാൻ ഇഷ്ടപ്പെടും, പക്ഷേ ഓർക്കുന്നില്ല പലപ്പോഴും അല്ലേ. നമ്മുടെ ബാല്യകാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമോ? ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് കുറേയധികം സംസാരിച്ച്, ഞങ്ങൾ കളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അപ്പോൾ എൻ്റെ ഓർമ്മകളിങ്ങനെ പുറകോട്ട് പോയി. എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര ഗ്രാമം, വടശ്ശേരിക്കര എന്ന് പറയും. നിറയെ കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ മലകളാണ്, നിറയെ മലകളും തൊട്ട് താഴെ പമ്പാ നദി ഒഴുകുന്നു. അപ്പം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് പമ്പാ നദി കാണാം. അത് എങ്ങോട്ട് നോക്കിയാലും മലകൾ തന്നെ അടുക്കടുക്കായിട്ട് ഇങ്ങനെ നമ്മൾ പടം വരച്ച് വെക്കുന്നതിൻ്റെ കണക്ക് ദൂരോട്ട് നോക്കിയാൽ മലകൾ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നീല നിറം, എന്ത് സുന്ദരമായൊരു ഗ്രാമപ്രദേശം. എനിക്ക് വർണ്ണിച്ചാലും മതിയാകത്തില്ല. ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു ഓർമ്മകളൊക്കെയാണ് ഞങ്ങളുടെ ആ പ്രകൃതിയെയും അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ. എവിടോട്ട് നോക്കിയാലും നിറയെ പച്ചപ്പ്. അപ്പോൾ എല്ലാവർക്കും കാണുമല്ലോ ഇങ്ങനെ ഒരു ബാല്യകാലം. നമ്മളിടയ്ക്കെങ്കിലും നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിക്കുകയും നമ്മുടെ കുട്ടിക്കാലത്തെ ഓരോ കഥകൾ പറയുകയൊക്കെ ചെയ്യണമല്ലേ. ഇപ്പം മിക്കവാറും എന്നെ കാണുന്ന കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു ഏജിൽ കൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ പഴയ കാലത്തെ നല്ല നല്ല ഓർമ്മകൾ കാണും. ഇന്നത്തെ കാലഘട്ടമൊന്നുമല്ല പഴയ കാലം എന്ന് പറയുമ്പോൾ. ഏകദേശം ഒരു 40-45 വർഷത്തിൻ്റെ പുറകോട്ട് ചിന്തിക്കണം. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങോട്ട് വളർന്നു വരുമ്പം തന്നെ ടി വിയുടെ മുന്നിലും ഫോണിൻ്റെ അടുത്തുമാണ് അവരുടെ കാഴ്ചകളെല്ലാം അല്ലേ. ഫോണിൽ കൂടെ ലോകം മുഴുവൻ കാണുകയാണ്. പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞതും തൊട്ടറിഞ്ഞതുമായ ആ അനുഭവങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. അവർ വീടിനകത്ത് ചുമരിൽ അല്ലെ മതിലിനകത്ത് ഒതുങ്ങിക്കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കുറേ കൂട്ടൊക്കെ ഉണ്ടെന്ന് അവരും പറയും, അവർ നമ്മളോട് വാദിക്കും. പക്ഷേ അതൊന്നുമല്ല, നമ്മൾ അനുഭവിച്ച ആ ഒരു സമയമൊക്കെയാണ് ഏറ്റവും നല്ലൊരു സമയം. ഓരോ രീതിയിൽ നോക്കിയാലും നമ്മുടെ കലാകാരന്മാരായാലും അല്ലാതുള്ള എഴുത്തുകാരായിരുന്നാലും ഒക്കെ ആ പഴയ കാലത്തെ ആ അനുഭവവും സുഖങ്ങളും ഒന്നും ഇന്നാർക്കും കിട്ടത്തൊന്നുമില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടും ഒരു ഭാഗ്യവാന്മാരല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും രാവിലെ പറയേണ്ടതായിരുന്നു, എന്നാലും ഇപ്പം പറയുക, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നിനിപ്പോൾ എല്ലാവരും വൈകിട്ട് പുറത്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ബീച്ചിലും അതുപോലെ ബന്ധുവീട്ടുകളിലും അല്ലെ എന്തെങ്കിലും ഫങ്ഷനും ഒക്കെ കാണും. അപ്പോൾ എല്ലാവരും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹാന്വേഷണം അറിയിക്കുന്നു. അപ്പം എന്നെ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ചാനൽ. അതൊരു വീഡിയോ ഒക്കെ കാണണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.